നമസ്കാരം. കഴിഞ്ഞ ദിവസവും ഇന്ത്യൻ മാർക്കറ്റ് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുകയും ഇൻഡെക്സ് പുതിയൊരു റെക്കോർഡ് ഹൈയിലേക്ക് എത്തുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ഇന്ത്യൻ മാർക്കറ്റിൽ ബൈങ് നടത്തി. FIS 4388 കോടിയുടെയും DIS 136 കോടിയുടെയും ബൈങ് ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയത്. കഴിഞ്ഞ ദിവസം മാർക്കറ്റ് അവറിന് ശേഷം പുറത്തു വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. ഉടൻ തന്നെ ഗവൺമെൻറ് പെട്രോളിൻ്റെ വിലയിൽ 10 രൂപ വരെ കുറവ് വരുത്തിയേക്കും എന്നുള്ളൊരു അപ്ഡേറ്റ്. ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നുള്ള ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അല്ല, മറിച്ച് പല റിപ്പോർട്ടുകളും പറയുന്നത് ഇതാണ്. ഉടൻ തന്നെ പെട്രോളിൻ്റെ വിലയിൽ 5 മുതൽ 6 രൂപ വരെ മിനിമവും മാക്സിമം 10 രൂപ വരെയുള്ള കുറവും ഗവൺമെൻറ് വരുത്തിയേക്കും. 2024 ജനറൽ ഇലക്ഷന് മുന്നോടിയായി പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില കുറയ്ക്കാൻ ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളുമായി ചർച്ച നടത്തുകയും ധാരണയിലെത്തുകയും ചെയ്തു. കഴിഞ്ഞ 3 വർഷമായി ഓയിൽ മാർക്കറ്റ് കമ്പനികൾ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നും മികച്ച നേട്ടം നേടി. അതുകൊണ്ട് ഈ രീതിയിലുള്ള വിലക്കുറവിൻ്റെ ബർഡൻ ഗവൺമെൻറ്റും ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികൾ സംയുക്തമായി വഹിക്കാനായി തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില കുറയുന്നത് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് ന്യൂസാണ്. ഇതുവഴി ഇൻഫ്ലേഷനിൽ വളരെ വലിയ കുറവ് നമ്മൾക്ക് പ്രതീക്ഷിക്കാം. നവംബർ മാസത്തെ ഇൻഫ്ലേഷൻ 5.55% പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില കുറയുകയാണെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറയുകയും അതിന് പ്രൊപ്പോർഷണലായി ഇൻഫ്ലേഷൻ കുറയുകയും ചെയ്യും. ഇത് മാർക്കറ്റിൽ ഒരു മൂവ്മെൻറ്റിന് തന്നെ കാരണമായേക്കാം. ആൾറെഡി കഴിഞ്ഞ 3 മാസമായി പെട്രോളിൻ്റെ വില, അതായത് ബ്രന്റ് ക്രൂഡിൻ്റെ വില $70 മുതൽ $80 പെർ ബാരൽ എന്ന ലെവലിലാണ്. ഇതും ഗവൺമെൻറ്റിനെ ഈ ഒരു തീരുമാനമെടുക്കുന്നതിന് വേണ്ടി നയിച്ചിട്ടുണ്ട്. കൂടാതെ നവംബർ മാസത്തിൽ തന്നെ ഗവൺമെൻറ് പെട്രോളിന് മുകളിലുള്ള സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി കുറച്ചിട്ടുണ്ട്. ഇവിടെ പെട്രോളിന് മുകളിൽ 13 രൂപ പെർ ലിറ്റർ എന്ന റേറ്റിലും ഡീസലിന് മുകളിൽ 16 രൂപ പെർ ലിറ്റർ എന്ന റേറ്റിലുമാണ് എക്സൈസ് ഡ്യൂട്ടി കുറച്ചിരിക്കുന്നത്. ഇതും പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില കുറയുന്നതിന് പിന്നിലെ ഒരു പ്രധാന കാരണമാകും. ഓവറോൾ ഇതെല്ലാം മാർക്കറ്റിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. ഇനി ചില സ്റ്റോക്ക് സ്പെസിഫിക് ന്യൂസുകളിലേക്ക് കടക്കാം. ഒന്നാമത്തെ സ്റ്റോക്ക് കോൺഫിഡൻസ് പെട്രോളിയം ഇന്ത്യ ലിമിറ്റഡ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 89 രൂപ 80 പൈസയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 2000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 22.53, ഡിവിഡൻഡ് yield 0.11%. സ്റ്റോക്കിൻ്റെ 52 വീക്ക് ഹൈ 104 രൂപ 90 പൈസ, 52 വീക്ക് ലോ 55 രൂപ 30 പൈസ. കോൺഫിഡൻസ് പെട്രോളിയം എന്ന കമ്പനിക്ക് BPCLൻ്റെ സൈഡിൽ നിന്നും 67 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പ്രധാന അപ്ഡേറ്റ്. CNG ടൈപ്പ് 1, CNG മൊബൈൽ, സ്റ്റേഷനറി, കാസ്കേഡ് എന്നിവ സപ്ലൈ ചെയ്യാനുള്ള ഓർഡറാണ് BPCLൻ്റെ സൈഡിൽ നിന്നും കോൺഫിഡൻസ് പെട്രോളിയം എന്ന കമ്പനിക്ക് ലഭിച്ചത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ് കോൺഫിഡൻസ് പെട്രോളിയത്തിൻ്റെ സബ്സിഡറി കമ്പനിയായ കോൺഫിഡൻസ് ഫ്യൂച്ചർ എനർജിടെക് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് ലഭിക്കുകയും ചെയ്തു. 2025 500-ലധികം LPG ഡിസ്പെൻസേഷൻ സ്റ്റേഷനുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ള ഫ്യൂച്ചറിസ്റ്റിക് പ്ലാനുള്ള കമ്പനിയാണ് കോൺഫിഡൻസ് പെട്രോളിയം. അതുപോലെ തന്നെ ഗ്രീൻ എനർജി സോഴ്സുകളിൽ നിന്നും കമ്പനി റവന്യൂ ജനറേറ്റ് ചെയ്യുന്നതിനും ശ്രമിക്കുന്നുണ്ട്. ഈ വർഷം 40% ഗ്രോത്താണ് കമ്പനിയിൽ നിന്നും മാനേജ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. കോൺഫിഡൻസ് പെട്രോളിയം എന്ന കമ്പനി LPG, CNG പ്രൊഡക്റ്റുകൾ മാനുഫാക്ചർ ചെയ്യുകയും മാർക്കറ്റ് ചെയ്യുകയും ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുകയും ചെയ്യുന്ന ഒരു കമ്പനിയാണ്. വരുന്ന ക്വാർട്ടർലി റിസൾട്ടുകളിലും കമ്പനി ചിലപ്പോൾ മികച്ച പെർഫോമൻസ് നടത്താൻ സാധ്യതയുണ്ട്. കോൺഫിഡൻസ് പെട്രോളിയം എന്ന സ്റ്റോക്ക് 90 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. 86 രൂപ 83 രൂപ എന്നീ ലെവലുകളാണ് സ്റ്റോക്കിൻ്റെ പ്രധാന സപ്പോർട്ട്. ഹയർ ഹൈ ഹയർ ലോ രീതിയിലുള്ള ഒരു അപ്വേർഡ് ക്യാൻഡിൽ പാറ്റേൺ ഫോളോ ചെയ്യുന്ന സ്റ്റോക്കാണ്. 2019 മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയ കമ്പനിയുടെ ചാർട്ട് പാറ്റേൺ നോക്കിയാലും അപ്വേർഡ് ചാർട്ട് പാറ്റേൺ ആണ്. റീസെൻ്റ്ലി സ്റ്റോക്കിൽ ബ്രേക്കൗട്ട് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി നമ്മൾക്ക് കാണാൻ സാധിച്ചു. അതേസമയം ബ്രേക്കൗട്ട് ഫെയിൽ ആവുകയാണ് ചെയ്തത്. സ്റ്റോക്ക് ചിലപ്പോൾ 75-80 രൂപ എന്ന സപ്പോർട്ടിൽ വന്നതിന് ശേഷം വീണ്ടും ബ്രേക്കൗട്ടിന് ശ്രമിച്ചേക്കാം. രണ്ടാമത്തെ അപ്ഡേറ്റ് 2024 ജനുവരി മാസത്തിൽ നടക്കുന്ന വൈബ്രൻറ്റ് ഗുജറാത്ത് ഈവൻറ്റിൽ ടെസ്ല ഇന്ത്യൻ മാർക്കറ്റിലേക്കുള്ള പ്രവേശനം പ്രഖ്യാപിച്ചേക്കും എന്ന അപ്ഡേറ്റാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില സൂചനകൾ കഴിഞ്ഞ ദിവസം ഗുജറാത്ത് ഹെൽത്ത് മിനിസ്റ്ററായ ഋഷികേശ് പാട്ടേൽ നൽകുകയുണ്ടായി. ഇവിടെ അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ ടെസ്ല ഉടൻ തന്നെ ഗുജറാത്തിലെ സാനന്ദിനടുത്ത് മാനുഫാക്ചറിംഗ് പ്ലാന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യും എന്ന രീതിയിലുള്ള അപ്ഡേറ്റാണ് വന്നത്. ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനമായിരിക്കും 2024 ജനുവരി മാസത്തിൽ നടക്കുന്ന വൈബ്രൻറ്റ് ഗുജറാത്ത് എന്ന ഇവൻറ്റിൽ വരിക.
ഇവിടെ ടെസ്ല ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ മാനുഫാക്ചറിംഗ് പ്ലാന്റ് സ്ഥാപിച്ച് ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്ക് പ്രോഡക്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള പ്ലാനാണ് ലക്ഷ്യമിടുന്നത്. കണ്ട്ല മുദ്ര പോർട്ട് ഇവിടെ സാനന്ദ് എന്ന സ്ഥലത്തിനടുത്താണ്. അതുകൊണ്ട് സാനന്ദിനടുത്തായിരിക്കും മാനുഫാക്ചറിംഗ് പ്ലാന്റ് എസ്റ്റാബ്ലിഷ്ഡ് ആവുക എന്നാണ് ചില റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾക്ക് സോന കോംസ്റ്റാർ എന്ന സ്റ്റോക്കിനെയാണ് ശ്രദ്ധിക്കേണ്ടത്. കാരണം ടെസ്ലയുടെ ഒരേ ഒരു ഇന്ത്യൻ ലിസ്റ്റഡ് വെൻഡറാണ് സോന കോംസ്റ്റാർ എന്ന കമ്പനി. സോന കോംസ്റ്റാർ എന്ന സ്റ്റോക്കിലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മികച്ച ബൈയിങ് മൊമെൻറ്റം കാണാൻ സാധിക്കുന്നുണ്ട്. ടെസ്ല ഇന്ത്യയിൽ മാനുഫാക്ചറിംഗ് പ്ലാന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ സോന കോംസ്റ്റാറിൻ്റെ പ്രൊഡക്റ്റുകൾ കൂടുതൽ ടെസ്ല ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. ആൾറെഡി 2022-23 വർഷത്തിൽ $135 മുതൽ $150 മില്യൺ പാർട്ടുകൾ ഇന്ത്യയിൽ നിന്നും ടെസ്ല എക്സ്പോർട്ട് ചെയ്തിരുന്നു. സോന കോംസ്റ്റാർ എന്ന സ്റ്റോക്കും റിവേഴ്സലിൻ്റെ പാതയിലാണ്. ഒരു സമയത്ത് 840 രൂപ വരെ ഉയർന്ന സ്റ്റോക്ക് പിന്നീട് 400 രൂപ വരെ ഇടിയുകയും അതിനുശേഷം സ്റ്റോക്ക് ഹയർ സൈഡിലേക്ക് നീങ്ങുകയുമാണ്. സോന കോംസ്റ്റാർ എന്ന കമ്പനിയിലെ പല പ്രശസ്ത ഇൻവെസ്റ്റേഴ്സും എക്സിറ്റ് ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു സ്റ്റോക്ക് 840 രൂപയിൽ നിന്ന് 400 രൂപയിലേക്ക് ഇഴിഞ്ഞത്. അവിടെ നിന്നും സ്റ്റോക്ക് 631 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. വീക്ക്ലി ക്യാൻഡിൽ പാറ്റേൺ പരിശോധിക്കുകയാണെങ്കിൽ കൺസോളിഡേഷൻ ബ്രേക്കൗട്ട് കഴിഞ്ഞ ദിവസം സ്റ്റോക്കിൽ വന്നു കഴിഞ്ഞു. 620 എന്ന റേഞ്ചിന് മുകളിലായിരുന്നു ബ്രേക്കൗട്ട് വന്നത്. ഇവിടെ നിന്നും സ്റ്റോക്ക് ഹയർ സൈഡിലേക്ക് നീങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. ഓൾ ടൈം ഹൈയിലേക്ക് സ്റ്റോക്ക് തിരികെ എത്തിയാൽ തന്നെ ഇൻവെസ്റ്റേഴ്സിന് മികച്ച റിട്ടേൺ ലഭിക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്